കിടിലം. ഇവിടെ അമേസി ഇല്ല, ഒരു കുമേസി ഇല്ല, ഒരു ഉമ്മിക്കരിയും ഇല്ല. ഇതാണ് ലാലേട്ട തുടരും. അയാളെ ഇവരൊക്കെ എല്ലാത്തിലുള്ള തിരിച്ചടിയാണ് ലാലേട്ട കൂടെ തുടരും. മോഹൻലാലിനെ കാണാൻ ആഗ്രഹിച്ച ഒരു 90s ഒരു മോഹൻലാൽ ഇല്ലേ, അതേപോലെ നല്ല സൂപ്പർ ഇൻട്രോ, നല്ല രസമാണ്, നല്ല മൂവിയാണ് അത്. വാലിബനോ എംപുരാനോ അതൊന്നും വെച്ച് ഈ മൂവി ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്. ഈ മൂവി എന്ന് വെച്ചാൽ 90s കിഡ്സാണ്. ഇപ്പം ഞാൻ 90 കിഡ് നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു മോഹൻലാലുണ്ട്. ആ ഒരു പീക്ക് സമയത്ത് വന്നിരുന്ന ആ മോഹൻലാലിനെ കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ട് മീൻസ് ലൈക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറെ പണ്ടത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ ഈ മൂവിയിലും. എനിക്ക് പേഴ്സണലി എമ്പുരാൻ കണ്ടിരുന്നതിൽ എടുത്ത രീതിയിലല്ല, മോഹൻലാലിന്റെ അഭിനയത്തിൽ ദിസ് ഇസ് ദ ടോപ്പ് നോച്ച് സ്റ്റഫ്. ഒന്നും പറയില്ല. ബിക്കോസ് ഏത് പാർട്ടാണ് നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റാർട്ടിങ് ടു എൻഡ് രക്ഷയില്ലാതാക്കി. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഉറപ്പായിട്ട് ഫാമിലി ഫാൻസ് എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും വളരെ എന്റർടൈനർ. ലാലിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്ത് സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അയ്യോ ഒരു രക്ഷയില്ല. കിടിലം അഭിനയമാണ്, എല്ലാവരും നല്ല അഭിനയമാണ്. ഇതാണ് ശരിക്കും ഫാൻ ബോയ് എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ലാലേട്ടനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കും. അഭിനയം അതിന്റെ മാസമായിരുന്നാലും എന്താണെങ്കിലും ലാലേട്ടനെ പ്രസന്റ് ചെയ്ത രീതി അതായിരിക്കും. കിടിലോട്ട് എൻജോയ് ചെയ്തു. എമ്പുരാനൊക്കെ ഒത്തിരി വർത്തായിരുന്നത് കാണാൻ. സിനിമയാണ്, പക്ഷേ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പടത്തിനെക്കാളും ആക്ടിംഗ് വൈസ് അടിപൊളിയായിരുന്നു. വിത്ത് ബാങ് അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഫാമിലി, സെക്കൻഡ് ഹാഫ് ഓരോ നിമിഷവും നിങ്ങൾക്ക് കൈയടിക്കാനുണ്ട്. പോയി കാണ് ബ്രോ, കാണ് ബ്രോ. ഇത് ഇത്ര എനിക്ക് പറയുള്ളൂ. പോയി കാണണം, കണ്ടാലേ മനസ്സിലാവുള്ളൂ. കറക്റ്റാണ്. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആണ്, പക്ഷെ ഞാൻ പറയുന്നത് മോഹൻലാലിന്റെ സൂപ്പർ, മോഹൻലാൽ തിരിച്ചു വന്നു. സൂപ്പർ പടം. എമ്പുരാനെക്കാളും കിടിലം പടം ഒന്നുമല്ല, പക്ഷെ ഇത് പടം. പിന്നെ എന്തോ ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. എല്ലാത്തരം ഇമോഷൻസിലൂടെയാണ് ഓഡിയൻസും കടന്നു പോയത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സൂപ്പർ. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം. താങ്ക്സ് ടു തരുൺ മൂർത്തി. പുള്ളിക്കാരൻ എടുത്തു വെച്ചിരിക്കും. ഓ മൈ ഗോഡ്, എവരിബഡി ഷുഡ് വാച്ച് ഇറ്റ്. എല്ലാരും പോയി കാണാൻ. ഒളിച്ചടക്കി ഒരു രക്ഷയില്ല. അതിന് സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത പടം. ഒരു രക്ഷയില്ല, കിടലായിരുന്നു. നമ്മൾ എമ്പുരാനിൽ മോഹൻലാൽ എന്താ ഉപദേശിച്ച ആ സാധനം ശരിക്കും ഈ സിനിമയിലാണ് എനിക്ക് കിട്ടിയത്. എല്ലാ സാധനം ഫാൻ ബോയ് ഒരു പടം തന്നെ അടിപൊളിയായിട്ടുണ്ട്, നന്നെടുത്തിട്ടുണ്ട്. എമ്പുരാൻ വേറൊരു ജേണറുള്ള പടമാണ്. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. പക്ഷെ എമ്പുരാനിൽ ലാലേട്ടന്റെ സ്റ്റാർഡമാണ് കാണിച്ചത്. ഇതിൽ ഹൗ ഗുഡ് ഈസ് ആൻ ആക്ടർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഫാൻ ബോയ് സംഭവം എല്ലാം ഉണ്ട്. വളരെ നല്ലൊരു സ്റ്റോറിയാണ്, വളരെ സട്ടിലായിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ആക്ടിങ് ഇസ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ശോഭന മാം ഉൾപ്പെടെ നല്ലായിരുന്നു. രക്ഷയില്ല. തരുൺ മൂർത്തി ലാലൻ ഫാൻ ബോയ് ആണ്. ഒരു ഫാൻ ബോയ് പടം എന്ന രീതിയിൽ അതെ, അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്, ഗൂസ്ബംസ് മൊമെന്റ്സ് ഉണ്ട്. നല്ലതായിട്ട് ഫൈറ്റും എല്ലാം. ലാലൻ ശോഭന കോംബോ കൊള്ളായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് അവരുടെ കുറെ കോംബോ ഉണ്ട്, സെക്കൻഡ് ഹാഫ് അവരുടെ ഇൻഡിവിജ്വൽ ഇതാണ്. പടം കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് ത്രില്ലിംഗ്, സെക്കൻഡ് ഹാഫ് ലാലേട്ടന്റെ മാസ് എൻട്രി സൂപ്പർ കൊള്ളാം. അവരുടെ കോമ്പിനേഷൻ വളരെ വളരെ നൈസായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുകൾ കുറവാണെങ്കിലും പക്ഷെ അവരുടെ ആ ഒരു നമ്മുടെ പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ നമുക്ക് ഉറപ്പായിട്ടും തോന്നും. വളരെ വളരെ നല്ല രസമാണ്. ഞാൻ പറയായിരുന്നു, ശോഭനയുടെ ആ ഒരു പഴയ ആ ഒരു കണ്ണിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പാട്ടൊക്കെ കിട്ടില്ലാണ്. സൗണ്ട് സെറ്റിംഗ് പൊളിയല്ലേ തോന്നും പോയെന്ന് പടം പോയെന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കയറി കൊളുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് അതെല്ലാം ഫസ്റ്റ് ഹാഫില്ല. സെക്കൻഡ് ഹാഫിൽ വേറൊരു യുഗമാണ് മോഹൻലാൽ. രക്ഷയില്ല, പറയാനൊന്നുമില്ല, ഒരു രക്ഷയില്ല. അടിച്ച് പൊളിച്ച് ഒന്നും പറയല്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഒരു ഫാൻ ബോയ് മൂവിയാണ്. അപ്പൊ ആ ഒരു ഫാൻ ബോയ് സംഭവം ഉണ്ടോ? നല്ലോണം അഴിഞ്ഞാടിയിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി. പ്രത്യേകിച്ച് അങ്ങനെ നല്ലത് മാത്രമേ പറയുള്ളൂ. വേറെ പ്രത്യേകിച്ച് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ലാലൻ? അടിപൊളി, ഒരു രക്ഷയില്ല. ഈ അടുത്തിട്ട് അഭിനയം മോശമാണെന്നൊക്കെ പറഞ്ഞ വളരെ നല്ല അഭിനയം.